ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഒപ്പീനിയൻ ഒക്കെ ലേറ്റ് ആണെന്ന് അറിയാം, എങ്കിലും ഈ ഒരു ചിത്രത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ അഭിനയിക്കാൻ പലവരും തീരുമാനിച്ചുള്ളൂ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ആണെന്നും ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇതുപോലൊരു സിനിമ ഇതുവരെയായിട്ട് വന്നിട്ടില്ല, അതായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഫ്രഷ്നെസ് അഭിനയിക്കാനെന്നൊക്കെ തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴും അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫ്രഷ്നെസ് തരുന്ന, നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കിടിലം ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തിലെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ക്യാരക്ടേഴ്സിനെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അർജുൻ അശോകനാണ്. പുള്ളിയുടെ നാച്ചുറൽ ആക്ടിംഗ് ഒക്കെ വെച്ച് പുള്ളി കിടിലുമായിട്ട് പുള്ളിയുടെ റോള് ആ ഒരു ചിത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മാർക്കോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇഷാൻ എന്ന പുള്ളിയുടെ ആ ഒരു തുടക്കം മുതൽ പുള്ളിനെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈപ്പ് ക്യാരക്ടർ ചെയ്യാത്തവർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഇല്ല, അത് തുടക്കം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സ്റ്റോറി ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മൾ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഈ മേക്കിംഗ് സ്റ്റൈൽ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ തല്ലുമാലയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് മേക്കിംഗ് സ്റ്റൈലുണ്ട്, ഒരു ഫ്രഷ്നെസ് തരുന്ന കിടിലം ക്യാമറയിലായാലും ക്യാമറ മൂവ്മെന്റ്സും വിഷ്വൽസും അങ്ങനെ രീതി നമ്മളെ ഒരുപാട് ഫ്രഷ്നെസ് തരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെല്ലായിരിക്കുമ്പോൾ റോഷൻ എൻട്രിങ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു ഈ ഒരു ചിത്രത്തിൽ നായകന്മാർ അല്ലെങ്കിൽ നായകൻ ആരാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം റോഷന്റെയും ഇപ്പോൾ അർജുൻ അശോകന്റെയും വിശാഖിന്റെയും ഒക്കെ തന്നെ പോസ്റ്ററുകളിൽ അവരെല്ലാം ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഇവരിൽ ആരാണ് നായകൻ, അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും ഒരുമിച്ചുള്ള സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണോ എന്നൊക്കെ തന്നെ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ കഴിയുമ്പോൾ ഇന്റർവെല്ലൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അർജുൻ അശോകനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നായകനാക്കിയാണ് എടുത്തിട്ടുള്ളത്. ബട്ട് റോഷന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് പുള്ളിയുടെ ആ ഒരു കിടിലൻ ക്യാരക്ടറാണ് പുള്ളിക്ക് ഇതുവരെ വന്നിട്ടുള്ള റോഷന്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഈ ഒരു ചിത്രത്തിലാണ്. ആ ഒരു ക്യാരക്ടർ ഇന്റർവെല്ലിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു നെഞ്ചിരിപ്പ് വരും, ഇനി എന്നായിരിക്കും ഇന്റർവെല്ലിൽ കഴിഞ്ഞ് സംഭവിക്കുകയെന്ന്. അതാണ് ഒരു ആക്ടർ. അത്രയും നേരം ഇല്ലാതെ പുള്ളിക്ക് നല്ലൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പുള്ളി അവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു നിപ്പിൽ തന്നെ നമുക്കൊരു ഇത് തന്നെ വരും, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അർജുൻ അശോകന്റെ ആ ഒരു നോട്ടം, വിശാഖ അതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ നമ്മളെ ക്യൂരിയോസിറ്റി അടിപ്പിക്കുന്ന രീതി ഒരു കിടിലം ഇന്റർവെൽ പഞ്ച് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഇന്റർവെല്ല് കഴിഞ്ഞും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കഥ പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കും ആ ഒരു റോഷനെ ബിൽഡ് ചെയ്ത് എത്തിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന്റെ മൊത്തം ഔട്ട് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അർജുൻ അശോകൻ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് ഡൗൺ ആയ പോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ കഥ പോയിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് ക്ലൈമാക്സിലോട്ട് എത്തിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് എത്തിയത് പോട്ടെ, അതുവരെ പൊയ്ക്കൊണ്ടിരുന്ന ക്ലീൻ ആയിട്ടുള്ള ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരുന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ ക്യാമിയോയും വന്നു. മിക്ക ക്യാമിയോസും എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. ആ ഒരു സിനിമ പോക്കാണെങ്കിൽ പോലും ആ ഒരു ക്യാമിയോ കൊള്ളാമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഈ ഒരു സിനിമയിലെ ക്യാമിയോ എനിക്ക് ഒട്ടും വർക്കായില്ല. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മമ്മൂക്കനെ കിടിലൻ സ്റ്റൈലിഷ് ചെയ്ത് പല സിനിമയും ഭീഷ്മപർവ്വത്തിലൊക്കെ ആയാലും ആ ഒരു വോക്കിലൊക്കെ എന്തൊരു ഓറയാണ്, ആ ഒരു സ്വാഗും കാര്യവും ഒക്കെ തന്നെ ഉണ്ട്. ബട്ട് ഈ ഒരു സിനിമയിൽ ആ ക്ലൈമാക്സ് ഈ മമ്മൂക്ക നിൽക്കുമ്പോൾ പോലും ഉള്ളൊരു രോമാഞ്ചമോ അല്ലെങ്കിൽ നമുക്കൊന്നും തോന്നുന്നില്ല. പുള്ളിയുടെ കോസ്റ്റ്യൂം തന്നെയാണ് എനിക്ക് ഭയങ്കര രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. പിന്നെ പുള്ളിയുടെ ഡയലോഗൊക്കെ പോട്ടെന്ന് വിചാരിക്കാം, പക്ഷെ പുള്ളീനെ ഒരു നല്ല സ്റ്റൈലിഷ് കാണിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഭയങ്കര രീതിയിൽ വർക്കാവേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ഒരു ഡയലോഗ് പോട്ടെ, ബട്ട് ഒരു നല്ലൊരു സ്റ്റൈലിഷ് കാണിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ആ ഒരു ക്യാമിയോ വർക്കായേനെ. അതുകൊണ്ടാണ് ക്യാമിയോ തൊട്ട് ഈ പടം എനിക്ക് ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഇപ്പോൾ ഈ മമ്മൂക്കയുടെ ക്യാമിയോ അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ പോലും ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ പറ്റും. അതിന് പറ്റിയ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. ക്ലീശയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം ഒരുപാട് സിനിമകളൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ക്ലീശയില്ലാത്ത സിനിമകളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സിനിമ വേണമെങ്കിൽ ആ ഒരു അർജുൻ അശോകൻ പിന്നെ തിരിച്ചടിക്കുന്ന രീതിയിലാക്കിയിട്ട് വേണമെങ്കിൽ ആ ഒരു സിനിമ അവസാനിപ്പിക്കാവുള്ളൂ. പക്ഷെ വെറുതെ ഒരു നല്ലൊരു സിനിമയിലോട്ട് ക്യാമിയോ ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു സിനിമ ഡൗൺ ആക്കണ്ടായിരുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒരു ഫൈറ്റ് എന്നോ രീതിയിലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു നമ്മൾ ആ ഒരു ഇപ്പം മമ്മൂക്കനെയൊക്കെ തന്നെ ആയാലും അവരെല്ലാം പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ നടന്നിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആനിമേഷൻ രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വർക്കായി. ആ ഒരു ഓറ പോലും അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കിട്ടിയ രോമാഞ്ചം പോലും അവർ സ്ക്രീനിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. ആ രീതിയിലോട്ടായിപ്പോയി. എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അവർ ക്യാമിയോ നടത്തി യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ പടത്തിന് സുഖമായിട്ട് 100 കോടിയൊക്കെ അടിക്കാവുന്നേ ഉള്ളായിരുന്നു. കാരണം ഈ ഒരു സിനിമയ്ക്ക് ട്രെയിലറിനും ടീസറിനും കിട്ടിയതും ഈ ഒരു സിനിമയിലെ മമ്മൂക്കയുടെ ക്യാമിയോ ഉൾപ്പെടെ ഒന്ന് മാറ്റി നിർത്തിയാൽ പോലും ഭയങ്കര രീതിയിലുള്ള ഒരു കിടിലം എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് എല്ലാവരും പറഞ്ഞു പോയിട്ടുള്ളതും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ ക്യാമിയോ ഇല്ലാതെങ്കിൽ പോലും ഈ ഒരു സിനിമ ഭയങ്കര ഒരു ഹിറ്റ് ആവേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞ് മമ്മൂക്ക ഉള്ളതുകൊണ്ട് ഭയങ്കര പൊട്ടപ്പടമല്ല, കാണാനേ പറ്റില്ല എന്നല്ല, എന്നാൽ എനിക്ക് ആ ഒരു ഹൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ കണ്ടുവന്നതിന് കുറച്ച് ഡിസപ്പോയിൻമെന്റ് ആകാൻ അതൊരു കാരണമായി. ബട്ട് മമ്മൂക്ക കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് വർക്ക് ആവാതെ പോയതും ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ പറയില്ല, മാർക്കോയിലെ ആ ഒരു പുള്ളിയുണ്ട്, മാർക്കോയിലെ ഉണ്ണിമൂന്തൻ്റെ അനിയനായിട്ട് വന്നിട്ടുള്ള ഇഷാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പുള്ളി ഇങ്ങനെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഏൽപ്പിച്ചത് നന്നായിട്ട് എനിക്ക് ഫ്രഷ്നെസ് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു ഇന്റർവെൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്റർവെൽ കഴിഞ്ഞൊക്കെ തുടങ്ങിയപ്പോൾ മുതൽ പുള്ളിക്ക് ആ ഒരു ക്യാരക്ടറിനെ
അങ്ങോട്ട് ഫുള്ളി ഒന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കും അതിന് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയത്തില്ല, നല്ല രീതിയിൽ നല്ല ബിൽഡായി വന്ന അല്ലെങ്കിൽ നല്ലൊരു ഫോമായിട്ട് വന്ന ക്യാരക്ടർ ചില സമയങ്ങളിൽ ഡൗൺ ആയി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ എന്താണോ ആ ഒരു ക്യാരക്ടർ കുറച്ച് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ചെയ്തൊരു ചെറിയ മിസ്റ്റേക്കും കൂടെ പറഞ്ഞേക്കാം. ഞാൻ പെട്ടെന്നാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈം കിട്ടിയപ്പോൾ പെട്ടെന്ന് ഈ ഒരു സിനിമ കണ്ടേക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ലോ ക്വാളിറ്റിയിലായിരുന്നു ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. അതുതന്നെയായിപ്പോയി ഏറ്റവും ഒരു വേസ്റ്റ് എക്സ്പീരിയൻസിന് അടുത്തൊരു കാരണമായി പോയത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. തല്ലുമാല ഉൾപ്പെടെ തല്ലുമാല കൽക്കി അങ്ങനെ വിഷ്വൽസിന് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ സിനിമകളും ഞാൻ ടോപ്പ് ക്വാളിറ്റിയിലേ കാണത്തുള്ളായിരുന്നു. ബട്ട് ഈ ഒരു സിനിമ മാത്രം ഞാൻ പെട്ടെന്ന് കണ്ടുകൊണ്ട് ചെറിയ ക്വാളിറ്റിയിലായിപ്പോയി കണ്ടത്. അപ്പോൾ ഭയങ്കര ഒരു നഷ്ടമായിപ്പോയി. കാരണം ഇതുപോലുള്ള സിനിമകളൊക്കെ ഹൈ ക്വാളിറ്റി കാണുമ്പോഴേ ആ വിഷ്വൽസിൻ്റെ പ്രാധാന്യം ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് എനിക്ക് ആ ഒരു ലോ ക്വാളിറ്റി കണ്ടത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആ ഒരു സിനിമ കണ്ടപ്പോൾ ഇത്ര നല്ലൊരു സിനിമ അങ്ങനെ കാണാണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ചിന്തിച്ചത്. എന്തായാലും ഒരു ഹൈ വോൾട്ടേജ് ആയുള്ള ചിത്രത്തെ പതുക്കെ ഒരു ലോ വോൾട്ടേജിൽ എത്തിച്ചെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ചത്താപ്പച്ച എന്ന ചിത്രം എനിക്ക് പേഴ്സണലി തന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക.